പറഞ്ഞപ്പോൾ ശരിയാണോ? രാവിലെ എൻ്റെ പല്ല് വെച്ചിട്ട് എന്തിനാ കിടന്നേ? രാവിലെ എൻ്റെ പല്ല് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുന്ന എന്നാത്തിനാ? വേണ്ട, പല്ല് വെച്ചിട്ട് പിന്നെ കിടന്ന് ആരെങ്കിലും ഉറങ്ങുമോ? ഡിസിപ്ലിൻ വേണം ലൈഫിൽ. ഞങ്ങളെ പഠിപ്പിക്കാറുള്ളല്ലേ. സിംബയെ കൊണ്ട് രക്ഷയില്ല കേട്ടോ. ഈ രാത്രി കിടന്ന മനുഷ്യൻ അവിടെ ഉറങ്ങണം. ആ രാവിലെ കൊണ്ടുപോയല്ലോ. പിന്നെന്നാ രാത്രിയിൽ പ്രശ്നമായിരുന്നല്ലോ കിടക്കുന്നതിനെ വരെ. ആ ആരാ പൂസ്? ഈ വന്നിട്ട് എന്നെ വിളിക്കാതിരുന്നേ. ഞാൻ ഫോൺ വിളിച്ചിട്ട് എന്നെ എടുക്കാത്തെ. ചുമ്മാ കിടന്ന് അങ്ങോട്ട് അലമ്പ്. അവർ തിരുന്നിടം വരെ കൊടുക്കണമെന്നും. നല്ല മഞ്ഞൊക്കെ. കോടയല്ല മഞ്ഞ. മഞ്ഞിനല്ലേ കോടയെന്ന് പറയുന്നത്. ഹെഡ്സെറ്റ് വെച്ചാൽ അതിലും വന്നറിയാം. കുട എടുത്തോ? മഴ എങ്ങാനും പെയ്താലോ? മുടി പേന മറക്കാതെ എഴുതണം. അറിയാവുന്ന എഴുതി വെക്കണം. അത് കഴിഞ്ഞിട്ട് അല്ലാതെ കണക്ക് കൂട്ടിക്കൊണ്ട് സമയം ഇരിക്കില്ല. അറിയാവുന്ന ആദ്യം എഴുതിയിട്ട് ലാസ്റ്റ് മതി കൺഫ്യൂഷൻ ഉള്ളത്. ആ മാത്സിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ചോക്ലേറ്റ് വേണ്ടേ നിനക്ക്? മാത്സേ കൂട്ടിക്കൊണ്ടിരുന്നാലേ സമയം പോവും. PSCക്ക് എനിക്ക് പറ്റാതെ കണക്കും കൂട്ടിയോട്ടിരിക്കും. പുരിജിതാ മറ്റേ കിട്ടിയതായിരുന്നു കമ്മല്. ഓ പതിയെ ആ കഴിച്ചിട്ട് വേണം. അല്ല പിന്നെ കഴിക്കാൻ വേണ്ടിയല്ല. കഴിച്ചോണ്ട് പോ. അയ്യോ അപ്പാ. അപ്പം ചേട്ടാ നമുക്ക് നാളെ കാണാം. നാളെയല്ലേ ഇനി ഇറങ്ങി വരുള്ളൂ. ഒന്നുമില്ല. 2 കെട്ട് തുണി ഉണ്ടായിരുന്നു. 1 കെട്ട് ഞാൻ പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പം 2 പേരും കൂടെ പോയാലേ നാരായണിയെ രാവിലെ വിടലും നടക്കില്ല. നമുക്ക് എക്സാമല്ലേ. അതുകൊണ്ട് ഇന്ന് ഞാൻ അമ്മയോടെ പോയില്ല. വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല അമ്മയ്ക്ക്. ഞാൻ ആറ്റി പോകുന്ന ഇടത്തേക്കല്ലെന്ന് പറഞ്ഞേക്കുന്നത്. എന്ത് എടാ മോനെ എന്നടാ പോടാ. ഇങ്ങനെ തൂളിട്ടുണ്ടെങ്കിൽ ഉള്ള ചൂട് കൂടുതലേ. ചക്കയൊക്കെ അത് ഭയങ്കര വേറെ ആണെങ്കിൽ കത്തുന്നില്ല. ഞാൻ ഊതി ഇനി തല കറങ്ങുന്നു. അമ്മച്ചി വെയിൽ വന്നോട്ടെ. രാവിലെ മൂടലായിരുന്നു. മഴ ചാറി. അപ്പോൾ അതെ വെയിൽ. എന്തെങ്കിലും ആട്ടെ. എപ്പോഴും മഴ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ശാംഭവിയേ എന്താ വിശേഷം?
ഞാൻ കേക്കട്ടെ. നീയല്ലേ ഇത്ര നേരം അളിയൻസ് കണ്ടോണ്ടിരുന്നെ, ഞാനല്ലല്ലോ അളിയൻസ് കണ്ടോണ്ടിരുന്നേ. പിന്നെന്നാ ഇന്ന് എന്നാ സംഭവിച്ചെന്നറിയുമോ? ശാംഭവി തന്നെ പോയി കുളിച്ച് ഡ്രസ്സ് വിട്ട് മുടിയൊക്കെ തോർത്ത് ഇങ്ങോട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് പറയാണ്, എന്നാ പറഞ്ഞേ? അമ്മ ഞാൻ കുളിച്ചു, എനിക്ക് ചോറ് തരാം, അല്ല ഭക്ഷണം തരാൻ പറഞ്ഞില്ലേ? ഇനി സോപ്പും പൊതേ ദേഹത്തുണ്ടോ, തല ശരിക്കും കുളിച്ചോ നനച്ചോ ഒന്നും അറിയില്ല. എന്തായാലും പഠിക്കട്ടെ അല്ലേ? അങ്ങനൊക്കെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അയ്യോ അങ്ങനെ പറയരുത്, അമ്മ കുളിപ്പിച്ച് കാണിച്ചു തരാം മുന്നേ. ദേഹമൊക്കെ ഉള്ള ചകിരി ഇട്ടിട്ട് നല്ല ദേഹം തേക്കണ്ടേ? ചേക്കോളമ്മേ വാവോ. സ്കൂളിലൊക്കെ പോകുമ്പോ കണ്ടോ എന്റെ കൊച്ചു മിടുക്കിയാവും അല്ലേ? ആണോ ശമ്പൂട്ടാ? ശമ്പൂട്ടോ ആ സ്കൂളിൽ പോകുമ്പോ ശമ്പൂട്ട മിടുക്കനാവോ? ആണോ? സ്കൂളിൽ നമുക്ക് പോകാം, സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ, നല്ല ചെറുപ്പുള്ളൂ. അപ്പൊ ഞങ്ങള് മിടുക്കനാവും അല്ലേ? ഞങ്ങള് അമ്മ പറയാതെ പല്ല് തേക്കും അല്ലേ? അമ്മ പറയാതെ കുളിക്കും, അമ്മ പറയാതെ തലയൊക്കെ തോർത്തി ഉടുപ്പൊക്കെ സാധാരണ ഉടുപ്പൊക്കെ തിരിച്ചിടുന്നത് നല്ല നേരെ. ഈ ഉടുപ്പൊക്കെ എനിക്ക് വയ്യ, നേരെ ഇട്ടു. ഇപ്പൊ ചെരുപ്പ് നേരെ ഇടാൻ പഠിച്ചു. അമ്മ കുളിപ്പിച്ചോളാം, എന്നിട്ട് കുളിപ്പിക്കാൻ. എന്നിട്ട് മോൻ തന്നെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ കുളിച്ചു. ഓ ആ ഞാനാണ് ചേച്ചി കാണിക്കുന്ന പോലെ കേട്ടോ. ബ്ലാക്ക് ഡ്രസ്സോ? ഓ മിടുക്കി. ആ മതി മതി. കോട്ട് ഇപ്പഴല്ല, സ്കൂളിൽ പോകുമ്പോ അവര് തരുമായിരുന്നു. കോട്ട് സ്കൂളിലാ. ഓക്കെ ഓക്കെ. ആണോ? ചേച്ചി പോലെ മിടുക്കി എന്റെ പൊന്നെ അല്ലേ? നമ്മള് പഠിക്കുവോ? ABC പഠിക്കുവോ? ഞാനേ പണ്ട് ജയമനെ ശാംഭവി പഠിപ്പിക്കന്നേ. എന്നിട്ട് എന്തൊക്കെയാ മുത്ത ഗിരിമുത്ത് പഠിപ്പിച്ചില്ലേ? നമുക്ക് മറന്നില്ലേ ദൈവമേ. ഇച്ചിരി ഒച്ച കുറച്ചേ നമുക്ക് സംസാരിക്കാം. ഒന്ന് ഒച്ച കുറച്ചേ, ആ കുറച്ചാ മതിയേ. എന്നിട്ട് സ്കിപ്പ് ചെയ്യണ്ട. വേണ്ട വേണ്ട പോയി കുറച്ചേ. റിമോട്ട് ഇങ്ങനെ റിമോട്ട് അതവിടെ ഇരുന്നോട്ടെ. ഞാൻ പണ്ട് എന്താ മുത്തിന്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ നോക്കിയാ ഏത് ഗ്രീൻ മുത്ത് എപ്പോ കളിച്ചു? ഗ്രീൻ മുത്ത് സ്ലൈറ്റേലല്ലേ? സ്ലൈറ്റേലേ മുത്ത് 1 2 3 വെച്ച് പഠിപ്പിച്ചേ. റിമോട്ട് വെച്ച് ടിവിയും കണ്ടോണ്ടിരുന്നാ മതിയോ? കളേഴ്സ് പഠിച്ചോ? മോനിട്ട ഡ്രസ്സിന്റെ കളർ എന്തുവാ? കളേഴ്സാണോ? എന്ത് കളറാ? എന്ത് കളറാന്ന് പറ. എന്ത് കളറാ? ഡ്രസ്സിന്റെ കളർ എന്നാന്ന് പറഞ്ഞാൽ റിമോട്ട് തരാം. നോക്കിക്കാ മോന്റെ ഡ്രസ്സിന്റെ കളറ്. ബ്ലൂ. നിക്കർ ബ്ലൂ. ഇത് ഉടുപ്പോ ടോപ്പോ? അത് ബ്ലൂ. ഇതോ? പേന്റെ കളറോ? പേന്റെ കളർ എന്തുവാ? പേന്റെ കളർ ചുമലയാണോ? ആ കളർ എന്തുവാ പറഞ്ഞേ? മുടിയുടെ കളർ എന്തുവാ? അപ്പൊ ആ കളർ എന്തുവാ? ബ്ലാക്ക്. പിന്നെ അതിനകത്ത് ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. ബ്ലൂ എന്ന് വെച്ചാൽ മോന്റെ നിക്കറിന്റെ കളർ ബ്ലൂ ആണ്. ആ നിക്കർ എന്തൊക്കെ കളർ ഉണ്ടെന്നറിയോ? യെല്ലോ അല്ല ബ്ലാക്ക് ഉണ്ട്. എന്താ ബ്ലൂന്റെ നിറം? ബ്ലൂന്റെ നിറം അല്ലയോ? സുല്ലിട്ടു സുല്ലേ പോടാ. അനീഷ് മാമൻ. ഏത് അനീഷ് മാമൻ? അനീഷ് മാമൻ അക്കയുടെ മോനോ? അമ്പലക്കുട്ടിന്റെ ഉപ്പുമുളകാത്ത സതിക്കുട്ടന്റെ മോനല്ലേ? അതിന്റെ അപ്പ എന്ത് ചെയ്യുന്നു നോക്കിട്ട് വരാമേ. ഇന്നലെ എവിടെയാ പൈകയ്ക്ക് പോയായിരുന്നു ചാച്ചാച്ചീൻ്റെ അടുത്ത്. പിന്നെ എന്നാണോ രാവിലെ വന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു എന്ന് പറഞ്ഞ് ഒന്ന് അടുക്കളയിലൊക്കെ ഒന്ന് കയറി പോയതാ. പിന്നെ യാതൊരു വിവരമില്ല. കയറി നോക്കാം എവിടാന്നുള്ളതറിയത്തില്ല. എൻ്റെ കാര്യം മാത്രം കാണിച്ചാൽ പോരല്ലോ.
അദ്ദേഹം എന്നെ എടുക്കുന്നോട് അറിയണമല്ലോ. ഉറങ്ങിക്കോട്ടെ. ഉറങ്ങുന്ന മനുഷ്യനെ എണീപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ അമ്മ പോയേക്കാം. അല്ല കുഞ്ഞുങ്ങളെ ഇവിടെ നിന്നോണം കേട്ടോ, അങ്ങോട്ടൊന്നും പോയേക്കല്ലേ, എല്ലാം കൂടെ ഇവിടെ നിന്നോണം കേട്ടോ. പാക്കരാ പാക്കരൂ പാക്കരാ ഡാ ഡാ എന്നാടാ പാക്കരൂ. പേടിയില്ലല്ലോ നിനക്കൊന്നും. ജാട അവൻ്റെ. ഒരു പുരുഷൻ വന്നേക്കുന്നു, ഒരു പുരുഷൻ. എൻ്റെ അമ്മ ഇതേ വീണ്ടും ഇത്രേ ഉള്ളൂ കേസ്. ഇത്ര നേരം കൊണ്ട് വീണ്ടും ആണല്ലേ. ഇനി ഊരാൻ പോട്ടെ. ഇത് ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ ഇതിന് എന്തോ ഒരു സംഭവം വന്നായിരുന്നു എഴുതി. അതുകൊണ്ട് ശ്യാമളമ്മയുണ്ടോ ശനിയാഴ്ച ചേച്ചാച്ചിൻ്റെ കൂടെ വന്നാൽ മതി. എന്നാന്ന് പറഞ്ഞ ചേച്ചാച്ചൻ എന്നാ പറഞ്ഞെന്നാ പറഞ്ഞേ ഇന്നലെ പോയപ്പോ? ശ്യാമളമ്മ ഉണ്ടെങ്കിൽ ഒന്നും അറിയണ്ട. ഇപ്പൊ കഞ്ഞി ഇട്ടേക്കുമായിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ അരിയൊക്കെ കഴുകി. അപ്പൊ അതൊന്നും ചേച്ചാച്ചൻ അറിയണ്ടല്ലോ, ശ്യാമളമ്മ ചെയ്യുമല്ലോ. അപ്പൊ ഒരാഴ്ച ആയാലും ചേച്ചാച്ചന് ഡേ ആണല്ലോ. അപ്പൊ പിന്നെ ശ്യാമളമ്മയ്ക്ക് അന്നേരം അവിടെ നിൽക്കത്തില്ലേ, അതുകൊണ്ട് ശനിയാഴ്ച വന്നാൽ മതി എന്ന് പറയും. അമ്മ നിൽക്കില്ലല്ലോ, അതൊന്നും പറ്റില്ല. ചൂടാണ്. പിന്നെ പാവം ചേച്ചാച്ചൻ എന്നാ കഷ്ടപ്പാടാന്നറിയോ. ചേച്ചാച്ചനാണോ കഷ്ടപ്പാട്, ചേട്ടായിക്കാണോ കഷ്ടപ്പാട്? മൊത്തം പണിയെടുക്കണം. ഓ എന്നും പറഞ്ഞാൽ അവിടെ ഭയങ്കര മലമറിക്കുന്ന ജോലിയല്ലേ. പിന്നെ കാപ്പി കഴിക്കാനൊന്നുമില്ല, അതും ഓക്കെ, ഒന്നും കഞ്ഞി. അത് സന്തോഷമുള്ളൂ. ഓക്കെ. ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്യാമളമ്മയ്ക്ക് കഞ്ഞി ഇഷ്ടമല്ല, ചോറുണ്ടാക്കി കൊടുക്കും. ചേച്ചാച്ചന് ചോറ് ഇഷ്ടമല്ല, കഞ്ഞിയാണ് ഇഷ്ടം. അത്രയും വ്യത്യാസമുള്ളൂ. മീൻകറിക്കകത്തൊക്കെ കഞ്ഞിക്കകത്തല്ലേ ചേച്ചാച്ചന് ഇഷ്ടം കുഴപ്പമില്ല. കറക്റ്റ് കഞ്ഞി ആകുമ്പത്തിന് വാർക്കും. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ശ്യാമളമ്മയ്ക്ക് ഇഷ്ടമുള്ള കേസാണ്. ആ ചുമന്ന ബാഗ് എടുത്തോണ്ട് പോയാ പോരെ? അമ്മ മേടിച്ചേ എല്ലാം കൂടെ അതിനകത്തിട്ട് പോയിക്കത്തില്ലേ? അന്നേരത്തെ കാശ് കളയാൻ മേടിച്ചല്ലേ. പിന്നെ അങ്ങനെ കളയാനുള്ള ഇനി അടുത്ത വർഷം ഇപ്പൊ എനിക്കിത് മതിയല്ലോ, അതിന് എലിക്ക് വളരെ അതങ്ങനെ കൊണ്ടുപോകാനുള്ള ബാഗ് ഉണ്ട്. അതെനിക്ക് വയനാട്ടില്. പിന്നെ ചുരിദാർ ഇടാൻ പറഞ്ഞേ. അപ്പൊ മാസത്തിൽ ഞാൻ ചുരിദാർ ഇടാൻ പറഞ്ഞേ. ഉമ്മനാടമ്മ എത്ര കാലം വീട് ചുരിദാർ ഇട്ടാൻ വേണ്ടി ചേച്ചാച്ചൻ ഇടിച്ച് മുമ്പ് കാട്ടും. ചേച്ചാച്ചൻ അറിഞ്ഞിട്ട് പോലും മേടിച്ചത് ചുരിദാർ കണ്ടു തള്ളുവാ ഇങ്ങനെ പറഞ്ഞ ചേട്ടൻ. ആഹാ, ഇത് അതിന് വേണ്ടി പോയതാന്ന് തോന്നുന്നു, അമ്മായിപ്പനെ കൊളുത്തി കൊടുക്കാൻ. അറിഞ്ഞില്ല ചേച്ചാച്ചൻ അറിയാതെ നിങ്ങൾ ഇത് എടുത്ത് ഇട്ടോണ്ട് പോയെന്ന്. ചേച്ചാച്ചൻ അറിയാമല്ലോ, ചേച്ചാച്ചനോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ചേച്ചാനോട് ഞാൻ പറഞ്ഞല്ലോ ചുരിദാർ മേടിക്കുമെന്ന്. എന്നോട് ഇങ്ങോട്ടെങ്ങാണ്ട് പറഞ്ഞു എന്തോ കാര്യം ചുരിദാറിന്റെ. അപ്പോഴാണ് ഞാൻ പറഞ്ഞു ചുരിദാർ ഇട്ടോണ്ടാ പോയെന്ന്. ചേച്ചാച്ചൻ കണ്ണു തള്ളുവാ. ഞാൻ പറഞ്ഞായിരുന്നു ചേച്ചാനോട്, പിന്നെ എന്തിനാ കണ്ണു തള്ളുന്നേ? എന്റെ പൊന്നെ നീ ഒന്നും പറഞ്ഞില്ല. ഞാൻ മേടിച്ചെന്ന് പറഞ്ഞല്ല, ഞാൻ അമ്മയെ മേടിക്കും, അങ്ങോട്ട് പോകുമ്പോ മേടിക്കും എന്ന് പറഞ്ഞു. ചേച്ചാച്ചൻ അറിഞ്ഞിട്ടില്ല, പാവം മനുഷ്യൻ. എന്ത് വഞ്ചകരയാ നിങ്ങൾ. അയ്യോ സുധാട്ടോ പറഞ്ഞില്ലേ പിന്നെ ചെയ്യല്ലേ? എന്റെ പൊന്നെ എന്നാ ചിരിക്കുന്ന ഞാൻ നോണ പറഞ്ഞെന്ന് വെച്ചിട്ടാ. എന്നാ കുങ്കുമം അങ്ങോട്ട് വാരി പൊത്തി മണ്ടയിലോട്ട് കൊണ്ടുപോയി. മീൻകറി ഒന്നും വലിയ താല്പര്യമില്ല. മീൻകറി വേണമെന്നുണ്ടെങ്കിൽ ശ്യാമള ശാലം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തൊന്നത്താനെ തിന്നണം. ജയച്ചാച്ചന് വേറെ കറികളൊക്കെ ഇഷ്ടം, അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ചക്കക്കുരു കൊണ്ടുപോയിട്ടുണ്ട്, മാങ്ങായി കൂട്ടി എങ്ങനെ കഞ്ഞി കുടിക്കുന്നതെന്ന്. ചക്കക്കുരു കൊണ്ടുപോയിട്ടുണ്ട്. ശ്യാമളയ്ക്കുള്ള മാത്രം ചോറ് കൂട്ടുക, ജയച്ചാച്ചനുള്ള കഞ്ഞിയായിട്ട് തന്നെ അവിടെ വെക്കുക. അല്ലാതെ ചോറുണ്ടാക്കിയിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ജയച്ചാച്ചൻ ഇഷ്ടമല്ല.
കഞ്ഞി അവിടെ വെക്കാം. ഇനി എല്ലാ ആഴ്ചയിലും ഈ ശാമളമ്മയ്ക്ക് വരും ചേട്ടാ പോകുന്നതാണ് നല്ലതെന്ന് ഒറ്റ തോന്നുന്നു. ദിവസം പോയപ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങൾ മനസ്സിലായി. ഇത്ര വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്യാമള കഞ്ഞിയായിട്ട് ഞാൻ ചേച്ചാന്ന് മാർക്കാനുള്ള കഞ്ഞിയായിട്ട് കുടിക്കണം. അപ്പൊ ഞാനുള്ളപ്പോ എന്തെങ്കിലും വേറെ കറി വെക്കും. ആ കറി വെക്കുമ്പോഴത്തേന് ചോറിനുള്ള കറിയൊക്കെ വെക്കുന്നുണ്ട്. ചേച്ചൻ തന്നെയുള്ളപ്പോ ചിലപ്പോ ചമ്മന്തിയോ തോരൻ പയർ പറ്റിച്ചോ ചേച്ചാച്ചൻ പറഞ്ഞറിയോ, നമ്മുടെ ഇവിടെ വരുമ്പോ മാത്രമേ ചോറുണ്ടെന്നുള്ളൂ, ബാക്കി ഫുൾ ടൈം ഞാൻ അതെന്തോന്നറിയാ കഞ്ഞി കുടിക്കുന്നത് ചേച്ചി വെക്കാൻ കഴിയില്ല. അത് നിന്റെ കാര്യം. ചേച്ചാച്ചൻ അങ്ങനെ അതിനെ എന്നോട് ഇന്നലെ പറഞ്ഞ കാര്യമാണ്, എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ചോറ് ഇഷ്ടമല്ല. കറി അധികം അതൊന്നും അല്ല കാര്യം, അതൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടിയാ. എന്നാ ശരിയായിരിക്കും അമ്മ. ഇഷ്ടം കഞ്ഞിയാണ്. പിന്നെ അമ്മയ്ക്ക് കഞ്ഞി അമ്മയ്ക്കുള്ള ചോറ് ഊറ്റണം. അല്ല ചേച്ചാനോ സ്റ്റൗ അല്ലേ, റൈസ് കുക്കർ. അത് കൊണ്ടുപോകാം. മറ്റേ ബാഗ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ തന്നു വിട്ടേക്കാം. അയ്യോ മറ്റേ ബാഗിനകത്ത് ഞാനിപ്പോ കൊണ്ടുപോകണം. നിന്നോട് ഇന്നലെ ആ ബാഗ് ചിലപ്പോ ചേച്ചാച്ചൻ അറിയാതെ എടുത്തായിരിക്കും. ഏതാ ആ ബാഗ് പറഞ്ഞായിരുന്നു. ഈ ശനിയാഴ്ച വരുമ്പോൾ ഇതൊക്കെ അറിയുന്നേ. ഞങ്ങള് തമ്മിൽ ഒരു രഹസ്യവും ഇല്ല. പൊങ്കാലയ്ക്ക് ചുരിദാർ ഇട്ടോണ്ട് പോയത് ചേച്ചാച്ചൻ അറിയുന്ന ഞാൻ സർപ്രൈസ്. അത് സർപ്രൈസ് അല്ല, ചേച്ചാച്ചൻ ഇഷ്ടമല്ല ചുരിദാർ ഇടുന്നത്, അത്ര തന്നെ. അത് പിന്നെ സ്വന്തം ഭാര്യ ഇതായിട്ട് ഇത് പറഞ്ഞു കൊടുത്ത് ദൂരെയൊക്കെ പോകുമ്പോൾ ചുരിദാർ നല്ലത് എന്ന് വെച്ചാൽ ശ്യാമളമ്മ ഇവിടുന്ന് മുണ്ടക്കയത്തുനിന്ന് ഇപ്പം ചേച്ചാച്ചൻ എടുത്ത് വരെ വരുമ്പോൾ ചുരിദാർ ഇട്ടുകൊണ്ടിരുന്ന് കാണാൻ നമുക്ക് താല്പര്യമില്ല, സാരി ഉടുക്കുന്ന നല്ലത്. അപ്പൊ അവർക്ക് കൊടുക്കാൻ അറിയത്തില്ലെന്ന് ചേച്ചാച്ചൻ പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, എന്നാലും സാരി ഉടുക്കുന്ന നല്ലത്. ചുരിദാർ ഇട്ടുകൊണ്ട് അവിടം വരെ ഒന്നും പോകാൻ വേണ്ടി നമുക്ക് താല്പര്യമില്ല. പക്ഷെ അവിടെ അവിടം വരെ ഒന്നും പോകാൻ വേണ്ടി ഇത്രയും നല്ലൊരു മാന്യമായ ഡ്രസ്സ്. പക്ഷെ ശ്യാമളമ്മക്ക് ഇതാണ് തീരുന്നേ. പിന്നെ നല്ലതായിട്ട് ഉടുക്കാനും അറിയത്തില്ല. പിന്നെ ഇത് സാരിയാ, വണ്ണമുള്ളവർക്ക് എപ്പോഴും ചുരിദാറാ നല്ലത്. നമുക്ക് എപ്പോഴും കണ്ടിട്ട് അങ്ങനെ ആയതായിരിക്കും. ആരായാലും ഇപ്പൊ നീ ആണെങ്കിലും സാരി കൊടുക്കുന്ന അത്ര നല്ലതാണോ നീ ചുരിദാർ ഇടുന്നത്? എല്ലാരും അങ്ങനെ. പക്ഷെ അത് ഇടാത്തോണ്ടല്ലോ നിങ്ങള് ഒരു ബ്ലൗസ് ഒരു ചുരിദാർ മേടിക്കാൻ. പിന്നല്ലാതെ അതും വയനാടോ അല്ലെങ്കിൽ അതന്നെയല്ല, ഒരു ബ്ലൂ വൈറ്റ്, ഒരു ബ്ലൂ, ഒരു ബ്ലാക്ക്, ഇത്രയും പാൻ്റ് ഉണ്ടെങ്കിൽ 3 പാൻ്റ് ഉണ്ടെങ്കിൽ എത്ര ചുരിദാറിന് മേലെ ഇടാലോ. ടോപ്പ് എടുത്താൽ മതി. അമ്മ ഇനി ചുരിദാർ ഇട്ടാൽ മതി അമ്മേ. അങ്ങനെയൊന്നുമില്ല, ദൂരെയൊക്കെ പോകുമ്പോൾ ഓക്കെ. അടുത്തൊന്നും പോകുമ്പോൾ ചുരിദാറിന് വേറെ വഴി. ഒന്നാമത് കെട്ടിയവന് ഇഷ്ടമുള്ളവർ ജീവിക്കാൻ പഠിക്കും. ജയ പോലെ ചുമ്മാ അഴിഞ്ഞാടി നടക്കാതെ. എങ്ങനെ അടി നടക്കുമെന്ന് പറഞ്ഞേ? അങ്ങനെ പറയണ്ട. ജയ വിട്ടുപിടിക്കുക. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്നത് മാത്രം നമ്മുടെ അടുത്തുള്ളൂ. അത് ആരിടപെട്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ പറഞ്ഞേ അമ്മയ്ക്ക് ചുരിദാർ ഇടുന്ന ഏറ്റവും ഇത് ഞാൻ ഇടപെടുന്നില്ലല്ലോ അതിനകത്തൊന്നും. പക്ഷെ ചേച്ചാച്ചിന് ഇഷ്ടം ഇതാ. അതുകൊണ്ട് ജയെ പോലെ എന്റെ ഇഷ്ടം നോക്കാതെ നടക്കുന്ന പോലെ ശ്യാമളമ്മ നടക്കാതെ ചേച്ചാച്ചി പിന്നെ ഇച്ചിരി വൾഗറായിട്ടൊക്കെ നടക്കുന്ന കാണുമ്പോൾ അത് കാണുമ്പോഴെന്നുള്ളവർക്ക് ബുദ്ധിമുട്ട്. നമ്മുടെ ഒരു സംസ്കാരമൊക്കെ വെച്ച് കുറച്ച് മാന്യമായിട്ട് നടക്കണമെന്നുള്ളൊരു ചിന്തയിൽ ഉണ്ടാവാം. പക്ഷെ സ്ലീവ്ലെസ് ഇടുന്നതിനോട് എനിക്ക് താല്പര്യമുണ്ടുള്ള കാര്യം തുറന്നു പറയാം. പക്ഷെ എന്തോ ഇടുന്നില്ല, വണ്ണമുള്ളത് കൊണ്ടാണ്. ഞാൻ ചേട്ടായി എടുക്കുന്നത്. എന്നെ എടുക്കുന്നതാണോ? അവിടെ ഞാൻ അങ്ങോട്ട് പോയി നിൽക്കണം ഞാൻ. അവിടെ നോക്കാം. ഇതൊക്കെ നമ്മുടെ സ്വന്തമല്ലേ. പിന്നെ അല്ലല്ലേ പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്തിനാ മാറുന്നത് എന്തിനാ? അതൊന്നും ചേട്ടാ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവിടെ ചേട്ടയുടെ പിന്നെ ഫേസ് അല്ലേ പ്രാധാന്യം, എന്റെ സംസാരമാണ്. ഹലോ, ഒരു ചുരിദാറാണ് 24 മണിക്കൂർ ഇട്ട് നടക്കേണ്ടത്? ആണോ? അല്ല, അതാ ഒരു ചുരിദാർ ഒരു പ്രാവശ്യം എടുത്തോളന്നുണ്ടോ? ചോദിച്ചു ആ കറുത്ത ചുരിദാറാണോ ഇട്ടോണ്ട് പോയത്? അമ്മേന് കറുത്ത ചുരിദാർ ഇട്ടോ? എനിക്ക് ചേട്ടാൻ ചോദിച്ചാനറിയോ ഞാൻ ചുരിദാർ ഇട്ടുന്നതുകൊണ്ടാ പോയെന്ന്. ആ കറുത്ത ചുരിദാർ ഇട്ടോണ്ട് പോയെന്ന് ഞാൻ പറഞ്ഞു. അതില്ല, അത് മാറ്റി അമ്മേ. ആ കറുപ്പന്നെ വേറെ പാൻറ് ഇടാം. എന്ന് വെച്ചാൽ ക്രീം കളർ പാൻറ് ഉണ്ട്. അതിന്റെ ഒരെണ്ണം മേടിച്ചാ കറുപ്പ് ഓക്കെ, ക്രീം കളറിന്റെ ഷോൾ ഇടുവാണെങ്കിൽ കേട്ടോ. ഒരിടത്ത് പോകുമ്പോ ഒരു ചുരിദാർ മതി, ഓരോ പ്രാവശ്യം മാറ്റിക്കൊണ്ടിരിക്കണം. ബാഗ്, ചുരിദാർ, വള, കമ്മല് എല്ലാം. അല്ല ഇവിടെ ഒരു അതെന്ത് ന്യായമായി പറയാം? നിങ്ങൾ ഒരു ഷർട്ടോ ഒരു ബനിയനോ എടുത്തിട്ട് ഒരു കയ്യിൽ എടുത്തിരുന്ന പോലാണ് സംഭവം പെണ്ണുങ്ങൾ ഡ്രസ് ഇടുന്നേ. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ശ്യാമളമ്മയ്ക്ക് കുഴപ്പമില്ല. അല്ല, ശ്യാമളമ്മയ്ക്ക് കുഴപ്പമുണ്ടോന്ന് എനിക്കറിയാലോ. ഒരിടത്ത് പോകുന്ന ഡ്രസ്സ് തന്നെ അവിടെ അപ്പുറത്ത് പോകുമ്പോൾ ഇടണമെന്നോ? അതെന്തോ അവൻ അതല്ല സൗകര്യം. ഞാനും പറഞ്ഞ അതാ, ദൂരെ പോകുമ്പോ ഞാൻ ഇന്നലെ ചേച്ചാച്ചനോട് അങ്ങനെ പറഞ്ഞേ. അടുത്തൊന്നും പോകുമ്പോ ചുരിദാർ ഇട്ടോ നടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. ചേച്ചാച്ചന് ഇഷ്ടമില്ല. ചേച്ചാച്ചൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കും ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ദൂരെയൊക്കെ പോകുമ്പോ ഇടട്ടെ അതല്ലെന്ന് പറഞ്ഞു. അതും ചേച്ചാച്ചന് താല്പര്യമില്ല. ചേച്ചാൻ ചുമ്മാ പറയുന്നതല്ലേ. ചേച്ചാൻ ഇഷ്ടമാണ്.
ജയച്ചാച്ചൻ കഞ്ഞിയെ ഇഷ്ടം എന്ന് പറയുന്നത് ചുമ്മാതെ, ജയച്ചാച്ചൻ ചുരിദാർ ഇടുന്ന ഇഷ്ടമില്ലെന്ന് പറയുന്നത് ചുമ്മാതെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശ്യാമള ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത്, ശ്യാമള ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് വെറുതെ ആണോ? ശ്യാമള ഇഷ്ടമുണ്ടെന്നല്ലോ ജയച്ചാമ്മനെ, അവളൊരു പാവമാടാന്ന് പറഞ്ഞല്ലോ. അതായത് എൻ്റെ ഭാര്യനെ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കല്ലെന്ന്. അങ്ങനല്ല, അങ്ങനെ അവൾ ഇങ്ങനെ ഒരു ചെറിയ കുറെ കംപ്ലൈന്റ് പറഞ്ഞ് എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു എന്നാലും അവളൊരു പാവമാടാ. എന്നാ കംപ്ലൈന്റ് പറയാനല്ലേ? ഒരു പാത്രം എടുത്ത ചിലപ്പോ അവിടെ ചേച്ച എടുക്കുന്നത് മാറ്റി അമ്മ വെക്കും, അതേ ഉള്ളൂ കംപ്ലൈന്റ്. മെയിനായിട്ടുള്ള വിഷയം ഞാൻ പറയാം, ജയച്ചാച്ചന്റെ ഇഷ്ടങ്ങളൊന്നും എനിക്കിഷ്ടമുള്ള പാത്രങ്ങൾ ഞാൻ ചെല്ലുമ്പോ എടുക്കും, അതിനകത്തുള്ള പാത്രങ്ങളെല്ലാം അവിടെ ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള പാത്രം അതിനൊരു വഴിയുണ്ട്, ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ചെല്ലുമ്പോ എന്നാ ചെയ്യണമെന്നറിയോ? ചേച്ചാ ഉപ്പ് എവിടെ വെച്ചേ, പഞ്ചസാര ഇവിടെ വെച്ചു കേട്ടോ, ദേ മുളക് പൊടിയെ ഇങ്ങനെ 3-4 തവണ പറഞ്ഞു. പുള്ളിക്ക് തന്നെ അത് ആപ്പാടെ ഇങ്ങനെ പോലെ വീട്ടിൽ കുത്തിയിരിക്കുമല്ല, പുള്ളി പണിക്ക് പോയേക്കും. ആ സമയത്ത് ശ്യാമളമ്മ മാത്രമേ ഉള്ളൂ അവിടെ. ഇനി അവിടെ ഫോൺ വിളിച്ച് പറയാൻ പറ്റുമോ? ഞാൻ 65 വയസ്സുള്ള എന്റെ അപ്പനെങ്കിലും കണ്ടുപിടിക്കുന്നേ. കണ്ടുപിടിക്ക്. കണ്ടുപിടി. നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും കണ്ടുപിടിക്കുക. എന്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും പണിയുണ്ട്, എന്നാന്നൊക്കെ പറഞ്ഞാലും വീട്ടിലിരിക്കുന്ന ആരും. പിന്നെ അതത് പുതിയൊരു അറിവാണല്ലോ. അവിടെ കിട്ടുന്ന മൊത്തം കൊണ്ട് കൊടുക്കുന്നത് മകനും ഒക്കെ ആണല്ലോ. അയ്യോ നാണമില്ലല്ലോ പറയാൻ. ഇതേ പോന്നു പന്നപ്പട്ടി. അപ്പൊ എന്നെ മേടിച്ചോണ്ട് പോകുന്നുണ്ടോ ചേച്ചാനുമല്ലോ? നാളെ പോയാ പോരായിരുന്നു. അതൊന്നുമില്ല, ഇന്ന് തന്നെ പൊക്കോ. പാവം അവിടെ കഞ്ഞിയൂറ്റും പരിപാടിയൊക്കെയാ, സഹായിച്ചു കൊടുക്കും. തുറന്നു കൊടുക്ക ഇങ്ങോട്ട്. ഇതെല്ലാം ഞാൻ ചെയ്യാൻ വേണം. എന്നിട്ട് ഓ ഞാൻ ചെയ്ത് പൊന്നോ തെറിയോ? ആശുപത്രി വിളിക്കണേ എന്നെ ഇപ്പം ചേച്ചാൻ്റെ അടുത്ത്. അവിടെ ഇല്ലെന്ന് വിളിച്ച്, ഞാൻ അപ്പുറത്ത് വേറൊരു സംഭവം വിളിച്ച്. അപ്പോൾ അവരവിടെ നിന്ന് താമസം മാറി ഇപ്പുറത്ത് വേറെ പോയി. അവനിനി ചൊവ്വയും വെള്ളിയും ഉള്ളെന്നവിടെ. ഇനി വെള്ളിയാഴ്ച മതി. വെള്ളിയാഴ്ച വാ. പിന്നെ തിരിച്ചു പോക്കോളാൻ, ചേച്ചാച്ചനെ സേവിച്ചോളാൻ. ആ അതെ ശാമ്പവി ഓടി വരുന്നു. വെള്ള ഡ്രസ് ഇട്ട് ശ്യാമമ്മ, വെള്ളയല്ലത് ആ ഞാൻ കൊച്ചിനോട് പറയാതെ പോന്നെ. അതൊക്കെ എന്നാ മോശം അമ്മ. ഉമ്മ കൊടുക്ക്, ഉമ്മ കൊടുത്തിട്ട്. ആ എടി ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പോരുന്നേ. അപ്പം ഞാൻ പോരുന്നുണ്ട്. ആ പോയില്ലേ ഇതുവരെ? പോയില്ലെന്ന് ഓർത്താ. ആ വെള്ള ഡ്രസ് ഇട്ട് ആരാ അങ്ങോട്ട് പോയത്? എന്നിട്ട് തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയൊക്കെ ചെളി ഇരിപ്പുണ്ട്, സോപ്പ് മതി ഇരിപ്പുണ്ടെന്ന് ആർക്കറിയാം. മൂത്തു പല്ലോ. ആ പോകാലോ. നീ പോളെ കൊണ്ട് ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകണം. പല്ല് ശരിയാക്കിയില്ല, പറ്റത്തില്ല. നോക്കാം ഇനി എല്ലാം ഉണ്ട്. ഇങ്ങനെ കിടക്കും ഓരോ കാര്യങ്ങൾ. നാരായണ പരീക്ഷ കഴിഞ്ഞിട്ട് വേണം ഒന്ന് എല്ലാം കൊണ്ട് ശരിയാക്കാൻ. അപ്പോൾ ശ്യാമളമ്മ ഈ പോക്കൊക്കെ കുറച്ച് നിർത്തി വെക്കണം. എന്നാമ്മേ എന്തോ പറഞ്ഞു കേട്ടില്ല. ആ ആ എന്നാ കൈ നിന്നെടുത്തിട്ട് എന്തോ പറഞ്ഞു. ആ ആർക്ക്? കുത്തിത്തിരിപ്പിൻ്റെ ആശാൻ എങ്ങനെ സാധിക്കുന്നെന്നാ ഞാനിങ്ങനെ ആലോചിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്തിയാ സിംബ എന്തിയേ? അപ്പം ഓക്കെ. ഇന്ന് ഈ ഭാഗത്തോട്ട് നോക്കിയതേ ഇല്ല. ഇന്നലെ കൊണ്ട് ഇറച്ചിയൊക്കെ കുത്തോണ്ട് ഇപ്പം എന്ത് ചെയ്യണം? ആ ഇവനൊക്കെ കയറി വന്നു. ഇവനൊക്കെ അപ്പുറത്തെ പറമ്പിൽ കിടന്ന് കളിയായിരുന്നല്ലോ. എല്ലാവന്മാരെയും കാണുന്നില്ല. എല്ലാവന്മാർ കിടന്ന് ഊർക്കം വലിച്ച് ഉറങ്ങും കണ്ടോ. എന്നിട്ട് ഒച്ച കേൾക്കുമ്പോൾ എഴുന്നേറ്റിരുന്നേ.
ആ കാല് വയ്യാത്ത പട്ടീനെ കാണുന്നില്ല. അത് അപ്പുറത്തായിരുന്നു ഇന്നലെയൊക്കെ. അതിൻ്റെ ഒച്ചയും കേൾക്കുന്നില്ല. അത് അവിടെ കിടന്ന് കാണുന്നു അവിടെ ഒറ്റയ്ക്കാണെങ്കിൽ. എന്ത് ചെയ്യണോ? കാല് വയ്യാത്ത പട്ടിയെ അതിനെ കാണുന്നില്ല. അത് അപ്പുറത്തെ പറമ്പിൽ കിടക്കുമായിരുന്നു ഇന്നലെയൊക്കെ. മറ്റേ വേറൊരുത്തനും കൂട്ടുമുണ്ടായിരുന്നു. ആണോ ഇന്നലെ? ആണോ? ആ എന്നാൽ അവിടെ കാണും. അവന് കയറി വരാൻ പറ്റിയല്ല, അവിടെ കണ്ട് കിടക്കുക. ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് ചാക്കോമാഷ് പറഞ്ഞത്. എങ്ങനെ എഴുതിയ കണക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ആ പാലിങ് വന്നിട്ട് പോവോ? കുഴപ്പമില്ല എന്ന് പറയുന്നതല്ല എനിക്കിഷ്ടം, അത് സ്ഥിരം കേൾക്കുന്നത്. കുഴപ്പമില്ലെന്നല്ല പറയേണ്ടത്. അമ്മ എളുപ്പം എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തു. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തോ? ഓക്കെ, സന്തോഷം. കാരണം കണക്കാണ് നിനക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം. ഇത്ര അവിടെ നിന്ന് ഒരു കാര്യം കൂടി ചോദിക്കാൻ, എത്ര എണ്ണം കഴിഞ്ഞു? 5 എണ്ണം കഴിഞ്ഞതിൽ ഈ എത്ര എക്സാം കഴിഞ്ഞതിൽ ഏറ്റവും എളുപ്പം ഏതായിരുന്നു? ബാക്കി കാര്യമൊക്കെ പോയി, അങ്ങനെയൊന്നും പറയണ്ട. അവള് എന്നാ കണക്കിന് നമുക്ക് എപ്പോഴും മാർക്കുണ്ട്. അവള് ജനിച്ച കാലം തൊട്ട് എല്ലാത്തിനും തോറ്റെന്ന് പറഞ്ഞാൽ അവൾ കണക്കിന് തോറ്റിട്ടില്ല ഇന്നുവരെ. തോക്കത്തില്ല എന്നാലും അതൊക്കെ ഉണ്ട്. പണ്ടല്ലേ നീ ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പോഴും ഫേസ്ബുക്കിൽ. 2ാം ക്ലാസ്സിലാണോ? അത് LKG UKG അങ്ങനെ പഠിക്കുമ്പോഴോ? അങ്ങനെ ഇടണ്ട, പിള്ളേരാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. 10 മാർക്ക് കുറഞ്ഞാൽ +2 ചിലപ്പോൾ കൂടുതലും. +2 മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സിനോ അല്ലെങ്കിൽ ഡിഗ്രിക്കോ ചിലപ്പോൾ മാർക്കും. ഇതിലൊക്കെ മാർക്ക് കുറഞ്ഞാലും ജീവിതത്തിൽ വിജയിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഡിഗ്രിയൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഇവിടെ വായി നോക്കി നിൽപ്പുണ്ട് ചേട്ടായി പോലെ. ഡിഗ്രിക്ക് പകുതി പോയിട്ട് ബാക്കി എവിടെയെങ്ങോട്ടൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് വാഗമണ്ണോ കട്ടപ്പനയൊക്കെ കറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരുടെ കൂടെയൊക്കെ. പഠിക്കാൻ പറ്റാ പഠിക്കാൻ പോകണമായിരുന്നു. പഴയത് ചെറിയ ചാറ്റമഴയൊക്കെ കാണിക്കുന്നുണ്ട്. ഇടിയും ഉണ്ട്. മഴ